വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യും 70% വരെ ഡിസ്കൗണ്ടും നേടും. ഗോപുനന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. ദാമ്പത്യത്തിന്റെ ഒരു രഹസ്യം പറഞ്ഞാൽ അതിങ്ങനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ എപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരിക്കലും നമ്മൾ വിട്ടുപിരിയില്ല. അടുത്ത ആഴ്ച ഞങ്ങൾ ഡൈവോഴ്സ് നോക്കി. ഞങ്ങൾക്ക് റാണി എന്ന് പറഞ്ഞ കുതിര ഉണ്ടായിരുന്നു. പയ്യൻ ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങളൊക്കെ നോക്കാൻ നിൽക്കാന്ന് തോന്നി. ഇപ്പം നമ്മൾ പഠിപ്പുള്ള ചെക്കനല്ലേ, നീ അങ്ങനെ വന്ന് ഇതിനെ നോക്കാനും നിൽക്കണ്ട, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇവിടെ തരാമെന്നു. റാണീനെ അവൾക്ക് കൊടുത്തു. മാരാരിക്കുളം ബീച്ചിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു കുതിര മുതിർത്ത ആൾക്കാർ നടക്കണം ബീച്ചിൽ. അപ്പം ഞാൻ വെച്ചുകൊണ്ട് നമ്മുടെ റാണീനെ പോലെ തന്നെ ഇരിക്കണല്ലേ എന്ന് തോന്നി. ഞങ്ങളും പറഞ്ഞ റാണീനെ പോലെ അപ്പൊ ആ കൊച്ചു പറയേ, ഇത് നിങ്ങളുടെ റാണി തന്നെയെന്ന്. എൻ്റെ പയ്യനും ഇയാളും തൃപ്പൂണിത്തുറ പോയതാ. അവിടെ വെച്ച് വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ടോട്ടൽ ലോസായി. അതോടുകൂടി പേടിച്ചു പോയി. ഫോൺ എടുത്തപ്പോൾ ചേട്ടായി നമ്മുടെ വണ്ടി ഇടിച്ച് താറും. ഞാൻ എണീറ്റ് ഓടി വാതിൽ അവിടെ ഇടിച്ച് അവിടെയൊക്കെ ഇടിച്ച് അവിടത്തേനും കൂടുതൽ പരിക്കാട്ടാ ഞാൻ ഓടി അവിടെ ചെന്ന് പോയി. ചേട്ടൻ എന്താ വണ്ടി ഓടിക്കാത്തപ്പോ? എന്നോട് വണ്ടി ഓടിക്കരുതെന്നാ പറഞ്ഞത്. ഞാൻ തന്നെ. ഇതിപ്പോ എത്ര വർഷമായി കല്യാണം കഴിച്ചു? ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷം കഴിഞ്ഞു. 23 വർഷം. നവംബർ 18. ദൈവമേ, എങ്ങനെയാണ് ദാമ്പത്യത്തിന്റെ ഒരു രഹസ്യം പറഞ്ഞാൽ അതിങ്ങനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ? അല്ല, രഹസ്യം പറയാനൊന്നുമില്ല. നമ്മൾ ഈ എന്താ പറയുക, അതിനകത്ത് ഞാൻ കണ്ടുപിടിച്ചേക്കുന്ന സൈക്കോളജിക്കൽ സെറ്റപ്പ് ഉണ്ട്. കല്യാണം കഴിഞ്ഞ് നമ്മൾ പ്രേമിച്ച് കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും, അങ്ങനെ നോക്കിക്കോളൂ ഇങ്ങനെ നോക്കിക്കോളൂ എന്താണെന്നൊക്കെ പറയും. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഭാര്യയും ഭർത്താവും. അപ്പോൾ ഒരു പൊസിഷനായി. പിന്നെ ഞാൻ ഭാര്യയാണ്, നിങ്ങൾ ഭർത്താവാണ്. ആ റൂട്ടാണ്. ഇത് കഴിഞ്ഞൊരു കൊച്ചിനിരിക്കുമ്പോൾ അച്ഛനും അമ്മയാവും. അപ്പോൾ ഒരു അകൽച്ച, കൊച്ചുങ്ങളുടെ അടുത്ത് അങ്ങോട്ട് പോയി ഇങ്ങനെ അകൽച്ച വരും. പിന്നെ അത് കഴിഞ്ഞ് അപ്പൂപ്പനും അമ്മമ്മയാവും. ഇതൊക്കെ ആവും. എന്തൊക്കെ ആയാലും നമ്മളെ പ്രേമിച്ച് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ ഇടയിൽ തന്നെ ഓരോ പാർട്ടാന്ന് കരുതി അങ്ങ് വിട്ടുപോയാൽ മതി. നമ്മുടെ വീട്ടിൽ ഓരോ അതിഥികൾ വന്ന പോലെ എപ്പോഴും പ്രേമിച്ചുകൊണ്ടിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരിക്കലും നമ്മൾ വിട്ടുപിരിയില്ല. അടുത്ത ആഴ്ച ഞങ്ങൾ ഡൈവോഴ്സ് നോക്കി. അങ്ങനെയല്ല, പക്ഷെ അങ്ങനെയാണ് നടക്കണത്. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങള് വഴക്കിടാതിരിക്കാറൊന്നുമില്ല. ഞങ്ങളുടെ വഴക്കെന്ന് പറഞ്ഞാൽ ഭീകര വഴക്കാ. ഞങ്ങളുടെ വഴക്കായിട്ട് ഞങ്ങളുടെ പയ്യനുണ്ട് അനീസ്. അപ്പൊ ഇവൻ ഫസ്റ്റ് ടൈം വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ വഴക്കെന്ന് പറഞ്ഞാൽ ഭീകര വഴക്കാ വണ്ടി ഇരുന്നത്. ഇവൻ വണ്ടി കൊണ്ടവർക്ക് നിർത്തി. ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് ഇച്ചിരി കരയണമെന്ന്. ഇവൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ രണ്ടോട് പപ്സ് തന്നുകൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റാണ് ഞങ്ങളുടെ വഴക്ക്, അല്ലെ 2. അതാണ് ചിലപ്പോ ഇതിലിടപെട്ട ആൾക്കാർ ചമ്മിപ്പോവും ചിലപ്പോ. തീർച്ചയായിട്ടും. അല്ലേ, അതാണ് ഞങ്ങളുടെ വഴക്കിൽ ആരും, ഞങ്ങൾ അറിയാവുന്നവരാരും ഇടപെടാറില്ല. ഒട്ടപ്പെട്ടെന്ന് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണത്. ശരങ്ങൾ മറ്റേ ധൈര്യം കൊണ്ടിരിക്കും. പറഞ്ഞു ചേട്ടി മറ്റേ അത് എന്താ അയച്ചു, അത് അവിടെ തീർന്നു. മിക്കപ്പോഴും ചേട്ടായി ആയിരിക്കും എന്തെങ്കിലും പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കണം. മിക്കപ്പോഴല്ലേ, എപ്പോഴും ഏറ്റവും കൂടുതൽ ക്ഷമ ചേച്ചിക്കാന്ന് തോന്നുന്നുണ്ട്. ക്ഷമയുടെ കാര്യമില്ല, എനിക്ക് ചിരി വരും. അത് ദേഷ്യപ്പെട്ട കാണുമ്പോ ചിരി വരുന്നുണ്ടാവും. അല്ല, ഞാൻ ദേഷ്യപ്പെടുകയും ചെയ്യും. ദേഷ്യപ്പെട്ട് ഞാൻ കരഞ്ഞോണ്ടും ദേഷ്യപ്പെടും, ചിരിച്ചോണ്ടും ദേഷ്യപ്പെടും. ജയിക്കാതെ വരുമ്പോഴേ ഇങ്ങനെ വന്നിട്ട് കരച്ചിലായിരിക്കും. അപ്പൊ ഞാൻ ചിരിക്കും. ഇപ്പൊ ഞാൻ ദേഷ്യപ്പെടും, എന്നോട് ദേഷ്യപ്പെടും ചോദിക്കുന്നത് എനിക്ക് വേറെ പണിയൊന്നുമില്ല, നിന്റെ ആരോഗ്യം കളയുന്നത് എന്നോട് ചീത്ത പറഞ്ഞു. അല്ലെങ്കിൽ എപ്പോഴും പറയുന്നത് പറയും, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ദേഷ്യപ്പെടും. അത് പറഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ടിരിക്കണം. അറ്റ്ലീസ്റ്റ് നമുക്ക് അല്ലെങ്കിൽ വൈകിയെന്ന് വിളിക്കും. വഴക്കിട്ടിരിക്കണം, വൈകേ വേറെ ഏതോ പേരാ. എനിക്ക് ഇങ്ങനെ അതൊക്കെ ഓർക്കുമ്പോ എന്നെ വിളിക്കും. പിന്നെ വേറെ പേരുണ്ടല്ലോ, വെറുതെ സാധാരണ പേരാണ് വിളിക്കണം. അതിവിടെ കേൾക്കണ ഇവിടെ ചേച്ചി തയ്യൽ ചെയ്യോ? പിന്നെ എവിടെ ഞങ്ങളുടെ ഇതൊക്കെ തയ്ക്കണ അയച്ചു തന്നെ. ആണോ? ചേച്ചി പറഞ്ഞാ മതി. നീ ഇല്ല, അപ്പൊ പിന്നെ അത് ഞാൻ തയ്ക്കും. അതല്ല ഞാൻ ചോദിച്ചേ. ഒരു മിനിറ്റ് പറയട്ടെ. തയ്യൽ ഓരോ ദിവസം ഇല്ലെന്നോ. അതെ, ഈ തുണിയൊക്കെ എടുത്തെങ്കിൽ തയ്ക്കണ നല്ല കാശ് വരും. ഞാനങ്ങ് തയ്യൽ പഠിക്കാം. നല്ല കാര്യമല്ലേ, തയ്യൽ പഠിക്കും. എന്നിട്ട് പറയും, ഈ തയ്യൽ പഠിച്ചാൽ മാത്രം പോരല്ലോ, മെഷീൻ വേണ്ടേ? അപ്പൊ ഇപ്പൊ മെഷീൻ വേണം അല്ലേ? മെഷീൻ മേടിച്ചു കൊടുക്കും.
2 ദിവസം തയ്യൽ കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം ഇവിടെ ഇരിക്കുള്ളൂ. പിന്നെ ഈശ്വര. ഇപ്പൊ എത്ര മാസമായി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്? അല്ല അത് ഈ കഴിഞ്ഞ ദിവസം എടുത്തതാ. അതവിടെ കിട്ടെ. സെക്കൻഡ്, ഞാൻ വണ്ടി ഓടിക്കില്ല. മുമ്പിലത്തെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ സൈഡിൽ ഇരുന്ന് ഞാൻ വണ്ടി ഓടിക്കണം എന്നുള്ള ഇവിടെ നോക്ക്. എന്നിട്ട് അത് നടക്കാൻ തോന്നപ്പില്ലേ ഡ്രൈവിംഗ് ഓടിക്കാൻ പോയി. എന്തായാലും ചേട്ടൻ എന്നെ കൊണ്ടുപോയില്ലേ, ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി പോയി ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ആകെ ചെയ്യണം മുറ്റടിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിലേക്ക് എടുത്തിടും. പറയട്ടെ, ഇതൊക്കെ കഴിഞ്ഞ് വണ്ടി ഓടിക്കാൻ സെറ്റായപ്പോ എന്റെ പയ്യനും ഇയാളും തൃപ്പൂണിത്തുറ പോയതാ. അവിടെ വെച്ച് വണ്ടി ആക്സിഡന്റ് ആയിട്ട് ടോട്ടൽ ലോസ് ആയി. വണ്ടിയോ? അതോടുകൂടി പേടിച്ചു പോയി. വേറെ ടൂ വീലർ അടിച്ചതാ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കേറി അങ്ങോട്ട് പോണു, അവിടെ നിന്ന് വണ്ടി ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ഇടിച്ചു. ചേട്ടൻ എന്താ വണ്ടി ഓടിക്കാത്തപ്പോ? എന്നോട് വണ്ടി ഓടിക്കരുതെന്നാ പറഞ്ഞത്. ഞാൻ തന്നെ കുഴപ്പമില്ല. ഇത് വണ്ടി ഇവർക്ക് ആ വണ്ടി ഇടിച്ചെങ്കിലും കേട് സംഭവിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങി എനിക്കാ. ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാ. എനിക്ക് ഞാനെന്താ പ്രോഗ്രാം കഴിഞ്ഞ് വന്നാ. അപ്പൊ ഞാൻ വണ്ടിയില്ല, നിങ്ങൾ പോയിട്ട് വന്ന് ഞാൻ കിടക്കുക. ഫോൺ എടുത്തപ്പോ ചേട്ടായി നമ്മുടെ വണ്ടി ഇടിച്ച് തറഞ്ഞു. ഞാൻ എണീറ്റ് ഓടി വാതിൽ എവിടെ ഇടിച്ച് അവിടെയൊക്കെ ഇടിച്ച് അവിടത്തേലും കൂടുതൽ പരിക്കാട്ടാ ഞാൻ ഓടി അവിടെ ചെന്ന് പോയി. ഓക്കെ, നമുക്ക് അപ്പുറത്ത് പോവാം. ഇവിടെ സെൽഫി സ്റ്റിക്ക് ആണല്ലോ, ഭയങ്കര ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരല്ലോ നിങ്ങൾ? ഷൂട്ടിംഗ് അല്ല, ഇതാണ് എന്റെ. ഞാന് ഒരു ദിവസം രാത്രി 2 സിനിമയൊക്കെ കാണും. അയ്യോ, അത് പറയാനുണ്ട്. അപ്പൊ ഇവിടെ ഈ ട്രൈപ്പോഡ് ഇവിടെ വെക്കും. എന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ വെച്ചിട്ട് മൊബൈലിലാണ് ഞാൻ സിനിമ കാണുന്നത്. 2 സിനിമ കണ്ടിട്ട് കിടക്കുള്ളൂ. അങ്ങനെ സിനിമ കണ്ട് അവസാനം ഉറങ്ങാൻ വേണ്ടി മെഡിക്കൽ ഡ്രസ്സിലെ ഡോക്ടറെ കണ്ടിരുന്നു. ന്യൂറോനെ കണ്ട് മരുന്ന് കഴിച്ചിട്ടാണ് പിന്നെ ഉറങ്ങിയത്. ഇപ്പൊ ഒരു സിനിമ കാണും, എന്നിട്ട് പിന്നെ കിടക്കും. അത് കാണുന്നത് സോംബി പടോ, ഫുള്ള് ഹൊറർ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ കിട്ടുന്ന എനിക്ക് എന്റെ തല ഇടിച്ച് ചമ്മന്തി ആക്കുക. ഒരു ദിവസം ഞാനേ ഈ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച അവളെ എടുത്ത് പിടിച്ചോണ്ട് ഇത് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഇതുപോലെ ഇവിടെ കിടക്കുക. അപ്പൊ രാത്രി ഞാനും സോഹൻ സീനിലല്ലേ ഡയറക്ടർ, രണ്ടുപേരും കൂടി കാട്ടിക്കൂടി പോയിക്കൊണ്ടിരിക്കുകയും. അപ്പൊ മൊത്തം സോംബികള്, പൊളിഞ്ഞ വണ്ടി, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം വന്ന സോംബികളൊക്കെ ഞാൻ ഇടിച്ച് താഴ്ത്തിട്ട് എന്നിട്ട് സോഹനൊക്കെ ഇപ്പൊ കാണാനല്ലോ ഒരു കരച്ചിൽ കേൾക്കണം. അപ്പുറത്തൊരു ചെറിയ പല കടിച്ച വീട്ടിൽ, ഇംഗ്ലീഷ് വീടാണല്ലോ കാടിനകത്ത്. അപ്പൊ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോ എന്നെക്കാളും 2 അടി പൊക്കമുള്ളൊരു സോംബി. ഞാൻ ഒറ്റ ചവിട്ട് കൊടുത്തിട്ട് ഞാൻ തെറിച്ചു കൂടെ വന്നു. നേരെ അവിടെ നിന്ന് ഒരു പൈപ്പ് എടുത്തു ഒറ്റ അടി കൊടുത്തു. അയ്യോ എന്ന് പറഞ്ഞ ഒറ്റ കരച്ചില്. ഇതിന്റെ തലക്കെട്ടാ ഇങ്ങനെ ഇടിച്ചിട്ടുണ്ടല്ലോ. അല്ല, സീരിയസ് ആയിട്ട് ഇടിച്ചിട്ട് ഞാൻ സോറി ഇല്ല ഏട്ടാ, എനിക്ക് വേദന എടുത്തില്ല, മരവിച്ചു പോയതാ, എനിക്ക് വേദന എടുത്തില്ല. ഒരു ഇങ്ങനെ കൊണ്ടത് എനിക്ക് ഇങ്ങനെ ഇടിച്ചപ്പോഴേ ഇവിടുന്ന് ഇങ്ങനെ, അന്ന് എനിക്ക് മുടി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എനിക്ക് ഞാൻ ഉറക്കത്തിലാണല്ലോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ ഒയ്യോ ചോദിച്ചു ഇതൊക്കെ പറഞ്ഞ് തടവാട്ടെ രാത്രി. അങ്ങനെ സാരില്ലായിട്ട് കുഴപ്പമില്ല, എനിക്ക് വേദന എടുത്തില്ല. ഇവിടെ മരവിച്ചിരിക്കുവായിരുന്നു. പിറ്റേ ദിവസമായപ്പോഴാണ് വേദന എടുത്തത്. ഞങ്ങൾക്ക് റാണി എന്ന് പറഞ്ഞ കുതിര ഉണ്ടായിരുന്നു. അടുക്കള വരും, അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാവും. പിന്നെ തള്ളി ഇവര് തന്നെ പിന്നെ ഫയർഫോഴ്സ് തന്നെ അതിൻ്റെ നിന്ന് പുറത്തിറക്കണമെങ്കിൽ ഇതെങ്ങാനും ഇവള് വാലുറങ്ങുമ്പോൾ അകത്ത് കയറും. അരിഞ്ചാക്ക് കണ്ടു കഴിഞ്ഞ് എന്ത് തിന്നും. പിന്നെ പിടിച്ചു വലിച്ചാലും ഒന്നും നീങ്ങൂല്ല, ഇങ്ങനെ നിൽക്കുകയല്ലേ, കുതിരയുടെ പവർ എന്നൊക്കെ പറയില്ലേ. എന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ ഈ ഒരു പയ്യൻ ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങളെയൊക്കെ നോക്കാൻ നിൽക്കാന്ന് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു ദിവസം വന്നപ്പോൾ ഇവനെ ഇങ്ങനെ കൈ നീര് വെച്ചിരിക്കുക രാത്രി. ഞാൻ പക്ഷെ എന്ത് പറ്റി ചോദിച്ചപ്പോൾ വീണ കേട്ടാന്ന് തോന്നി. രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒടിഞ്ഞിരിക്കുക. പിന്നെ അത് പ്ലാസ്റ്റർ അടിച്ചിട്ട് ഇവിടുന്ന് ടാക്സി വിളിച്ച് അവനെ അടിമാലിൽ എത്തിച്ച് അവൻ്റെ വീട്ടിലെത്തിച്ച് കുറേ കഴിഞ്ഞ് പിന്നെ ഇത്ര കാര്യമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് പഠിപ്പുള്ള ചെക്കനല്ലേ, നീ അങ്ങനെ വന്ന് ഇതിനെ നോക്കാനും നിൽക്കണ്ട, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇവിടെ തരാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഈ റാണീനെ അവർക്ക് കൊടുത്തിട്ട് ഇതും കൊണ്ട് അങ്ങ് പോയി. കുറേ നാൾ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ എവിടെ നിന്ന് മാരാരിക്കുളം ബീച്ചിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു കുതിര മുതിർത്തി ആൾക്കാർ നടക്കണം ബീച്ചിൽ. അപ്പം ഞാൻ വെച്ചോണ്ട് നമ്മുടെ റാണീനെ പോലെ തന്നെ ഇരിക്കണല്ലേ എന്ന് തോന്നി. ഞങ്ങളും പറഞ്ഞ റാണീനെ പോലെ അപ്പോഴേ അപ്പം ആ കൊച്ചു പറയേ ഇത് നിങ്ങളുടെ റാണി തന്നെയെന്ന്. പിന്നെ അവിടെ നിന്ന് കരച്ചിലും ബഹളമായി എല്ലാം കഴിഞ്ഞ് പിടിച്ച് പറിച്ച് കൊണ്ടുവന്ന് പിന്നെ അതൊക്കെ അങ്ങ് സോൾവ് ആയി. പിന്നെ അവർ അത് പ്രഗ്നൻ്റ് ആണെന്ന് വന്ന് പറഞ്ഞു ഇയാളോട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ ഒരു സങ്കടമൊക്കെ മാറി. പിന്നെ അവളുടെ അടുത്ത് കുറേ ഇരുന്ന് ഞങ്ങളെല്ലാം തടവിയൊക്കെ കൊടുത്തില്ല. അവർക്ക് ഞങ്ങൾ കറക്റ്റ് മനസ്സിലായി. നല്ല തുടുത്തിരുന്ന വെച്ചാൽ ആൾ കണ്ണിൽ ഇവിടെ അല്ലേ കുഴി, ഭയങ്കര കുഴി അതിൻ്റെ ഉള്ളിലേക്ക്. അതിങ്ങനെ സ്ട്രെസ് ചെയ്ത് നടക്കണതിൻ്റെ എന്തോ. അപ്പോൾ ഞങ്ങൾ വെച്ച് ഇങ്ങനെ പ്രഗ്നൻ്റ് അല്ല എന്തിനാ ഇങ്ങനെ നടത്തണതിന് ആൾക്കാരൊക്കെ പറഞ്ഞാൽ അത് വേണം ചേട്ടാന്ന് പ്രഗ്നൻസി ടൈമിൽ. അത് അവന് തോന്നിയത് മൃഗത്തിൻ്റെ കാര്യത്തിലായാലും കുഴപ്പമില്ല, ഇനി വീട്ടുകാരുടെ കാര്യത്തിലും കൂടി അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് വീഴും. ആളുടെ മുഖത്ത് കൊണ്ട് നാളെ കയറ്റിയിരുത്തോന്നും അറിയില്ല. എന്നാലും അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾ അത്ര സ്നേഹത്തോട് കൊടുത്തതാണ്.
ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് മാത്രമേ ഈ ഒരു സ്പേസ് ഉള്ളത് തോന്നുന്നുണ്ട് അല്ലേ? നമ്മുടെ വേറെ ഒരു സ്ഥലത്തും ഇല്ല ഈ ഒരു സ്പേസ്. ഇല്ലില്ല. ഇവിടെ പക്ഷേ ആക്ച്വലി കുറച്ച് ഗാർഡനിങ് പരിപാടി ഉണ്ട് ചേച്ചിക്ക്. ചേച്ചിയാണോ ചേർന്നാണോ? ഇതൊക്കെ ഒന്നും അല്ല, ഇതിൽ കൂടുതൽ എനിക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നതാ ഒരുപാട്. പച്ചക്കറി തോട്ടം ഉണ്ടായിരുന്നതാ. ഇവിടെ കുരുമുളക് ഇതാ കണ്ടോ? ഈ കുരുമുളക് വെച്ചിട്ടാണ് മീൻകറി ഉണ്ടാക്കണേന്നല്ല മീൻ വറക്കണേ. ചാള വറക്കാം. പച്ചക്കുരുമുളക് അരച്ചിട്ട് ചാള വറക്കാം. താറാവ് കറിയില്ലേ, അത് പച്ചക്കുരുമുളകിൽ വെക്കാം. പിന്നെ ഇത് പച്ചക്കുരുമുളകും മൈലാഞ്ചിയും കൂടി ചേർത്ത് കേര മീനില്ലേ, മൈലാഞ്ചി പച്ചക്കുരുമുളക്. അപ്പൊ മുളക് തിന്ന മൈലാഞ്ചിയുടെ ചുമപ്പും വരും, കുരുമുളകിന്റെ എരിവും വരും. ചൂര എന്ന് പറഞ്ഞ മീൻ മാത്രം അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. കേര വങ്ങരുത്. ഇത് കറ്റാർവാഴ, പനിക്കൂർക്ക, കറ്റാർവാഴ തന്നെ. കറി വെക്കാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ച അങ്ങനെയൊക്കെ റെസിപ്പി വരില്ലേ? പറയാൻ പറ്റില്ല. നീ വീട്ടിൽ ചെല്ലുമ്പോ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. പച്ചക്കുരുമുളക് ഇവിടെ നിന്ന് കൊണ്ടുവെക്കോ, മൈലാഞ്ചി എവിടെന്നെങ്കിലും ഒപ്പിച്ചോ. ഇത് മീൻകറി വെക്കാനും നമുക്ക് താറാവ് കറി വെക്കാം. അതുപോലെ പിന്നെന്താണ് എന്ത് കൂട്ടാൻ വെക്കാനും എടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഓണവിശേഷങ്ങൾ നമ്മുടെ ചേട്ടനകത്ത്, അതുപോലെ തന്നെ നമ്മുടെ ചേച്ചിയുടെയും കൂടെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, വളരെ സന്തോഷം ഇവിടെ വന്നതിന്. ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ അന്വേഷിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, ഓണം ഞങ്ങൾക്കില്ല. എൻ്റെ ബ്രദർ മരിച്ചിട്ട് കുറച്ച് ദിവസമായില്ല, കാരണം ഓണമില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഓണമല്ലേ, എല്ലാ സമയത്തും ഓണമാണ്. നമുക്ക് എപ്പോൾ പായസം കുടിക്കണം അപ്പോൾ പായസം കുടിക്കുക, എപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കണം അപ്പോൾ ഡ്രസ്സ് എടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ. പണ്ടത്തെ കാലത്ത് അങ്ങനെ അല്ലായിരുന്നല്ല. ഓണം തന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ, ഒരു പായസം കുടിക്കണമെങ്കിൽ, ഒരു ലഡു കഴിക്കണമെങ്കിൽ അടുത്ത വീട്ടിൽ പയ്യൻ്റെ ബർത്ത്ഡേ വരണം. പക്ഷെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് പലതും നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പം അതൊന്നും മറന്നു പോകാതെ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുക. എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ, എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ. അപ്പോൾ ഈ ഓണം അടിപൊളിയാവട്ടെ. അതെ, ഓക്കെ. അപ്പം ഹാപ്പി ഓണം എല്ലാ ബിഹൈൻഡ് വിത്ത് പ്രേക്ഷകർക്കും അല്ലേ? ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബൈ. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ല മാത്രം കഴിക്കൂ. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.